ഓ എടി നീ വേഗം നടക്ക്. 11:30 മുഹൂർത്തം. ഇനി ബസ് കിട്ടി നേര്യമംഗലത്തെത്താൻ 2 മണിക്കൂർ എടുക്കും. ചേട്ടാ ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ പട്ടുസാരി തന്നെ മതിയായിരുന്നു. എടി ഉള്ള കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല സാരി ഇതാ. ഇത് ഉടുത്തപ്പോ നീ ഗ്ലാമർ ആയില്ലേ? അവിടെ ചെല്ലുമ്പോ നോക്കിക്കോ, നീ ആയിരിക്കും ഏറ്റവും വലിയ ഗ്ലാമർ. അച്ഛാ എനിക്ക് സൈക്കിള്. നീ ഇവിടുന്ന് നേര്യമംഗലത്തിന് സൈക്കിളൊന്നും അല്ല പോണത്, എന്റെ കൂടെ അല്ലേ വരുന്നത്. അങ്ങോട്ട് താണത്. അച്ഛൻ എനിക്ക് പുതിയ ഉടുപ്പ് വേണം. ആ ഉള്ള ഉടുപ്പൊക്കെ ഇട്ടാ മതി. വർത്താനം കേട്ടാ അവള് തുണിയില്ലാതെ വരുന്നെന്ന് തോന്നുന്നു. വേഗം നടക്കടി. ആ ചേട്ടാ, ആ തള്ളക്കിളി സീരിയലിൽ സുമിത്ര കൊടുക്കുന്ന പോലത്തെ സാരിയല്ലേ, അതാ ഇപ്പോഴത്തെ ഫാഷൻ. അതെനിക്കൊന്ന് വാങ്ങിച്ചു തരൂ. അയ്യടാ എടി, സീരിയലിലെ സുമിത്രയുടെ ഭർത്താവേ എഞ്ചിനീയറാ. അവർക്ക് എത്ര സാരി വേണമെങ്കിലും മേടിക്കാം. അതുപോലാണ് നമ്മള് കൊക്കിലൊതുങ്ങുന്നത് കൊത്താവും. അങ്ങോട്ട് നടന്നേ. അമ്മയും മക്കളും കൂടെ എന്നെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാം. അയ്യോ പോയിച്ചോ, എവിടെ പോണേ? ഈ ശാന്തയുടെ അനിയത്തി നേര്യമംഗലത്തെ വസുമതിയുടെ കല്യാണം 11:30 മുഹൂർത്തം. കണ്ടുപോവാ. ബൈജുന് ഇത്ര വെളുത്ത പിള്ളേരൊക്കെ ഉണ്ടാ? അതെന്താ, എനിക്ക് വെളുത്ത പിള്ളേരുണ്ടായി കൊള്ളത്തില്ല. കറുത്ത കോഴിയുടെ വെളുത്ത മുട്ട എടുത്ത് ഓംലെറ്റ് അടിച്ച് തിന്നുമല്ലോ നീ. അതുപോലെ അങ്ങ് കരുതിയാ മതി. ഇതോട് കൂടി 5ാമത്തെ ആളാ എവിടാ പോണെന്ന്. ശരിയാ. വേഗം നടക്ക്. ടീച്ചർ ഇന്നലെ ക്ലാസ്സിൽ അച്ഛനെ പറ്റി ചോദിച്ചു. എന്നാ ചോദിച്ചു? കോരങ്ങിനെ പോയിക്കുന്ന അച്ഛന് എങ്ങനെ ഇത്ര നല്ല പിള്ളേരുണ്ടായെന്ന്. ഇങ്ങനെയാണോ പിള്ളേരെ വളർത്തുന്നത്? റോഡായി പോയി. വാ അങ്ങോട്ട് സുന്ദര. അയ്യപ്പോ ചേട്ടൻ എവിടെ പോണേ? പ്രിയ സുഹൃത്തെ, ഞാനും എന്റെ കുടുംബവും നേര്യമംഗലത്തുള്ള എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണത്തിന് പോകുന്നു. 11:30 മുഹൂർത്തം. ഞങ്ങൾ പോകുന്നോണ്ട് താങ്കൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വന്നിട്ട് കാണാം. സമാധാനമായല്ലോ. അല്ല വൈകോട്ടാ, വൈകോട്ടിന് ഇത്ര വെളുത്ത പിള്ളേരെ കിട്ടാ? എനിക്ക് വെളുത്ത പിള്ളേരുടെ നിനക്കെന്താ? എനിക്ക് കറുപ്പായി ഇഷ്ടം. എനിക്ക് വെളുപ്പിനോട് താല്പര്യമില്ല. ഇവന് താല്പര്യം ഉണ്ടായി. ഇപ്പൊ ഞാനെന്ത് വേണം? വെളുത്ത പിള്ളേര് മനുഷ്യനുണ്ടാവാൻ പാടില്ലേ? ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മൾ ഇവിടുന്ന് ബസ് കയറി നേരെ നേര്യമംഗലത്തിന് പോന്നു. അവിടെ പല ആൾക്കാരും ഉണ്ടാവും. കൂട്ടുകൂടി കുടിക്കാൻ നിന്നേക്കരുത്, പറഞ്ഞേക്കാം. എന്താ ഒന്നും മിണ്ടാത്തെ? തലേ തൊട്ട് സത്യം ചെയ്ത് മറന്നുപോയോ? ഇനി നിന്റെ തലയുടെ വരെ നിനക്കറിയത്തില്ല, എനിക്കറിയാം. അതുകൊണ്ടാ നിന്റെ തല തൊട്ട് സത്യം ചെയ്ത്. ഞാൻ ഈ കാര്യം മറന്നിരിക്കുകയാണ്. നീയാട്ടെന്നെ ഓർമ്മിപ്പിക്കല്ലേ. എപ്പോ നോക്കിയാലും കുടി കൂടി. അത് മാത്രം അവർക്ക് ചിന്ത. മിണ്ടായിരിക്കണേ ഇവിടുന്ന്. ആരാ മനസ്സിലായില്ലല്ലോ. എടാ, സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ നിന്നെ കോഴിക്കള നല്ലടാ വിളിച്ചോണ്ടിരുന്നേ. എടാ, നീ പണ്ട് ബെഞ്ചിൽ നിന്ന് മുള്ളിയില്ലേ നീ 3ാം ക്ലാസ്സിൽ വെച്ച്? എന്നിട്ടും പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു ഒറ്റ അടി വെച്ചെന്നാണല്ലോ. എടാ, നീ പറഞ്ഞ ഞാൻ ആരാന്ന് പറ. എടാ, നീ ചോറിനാതെ പണ്ട് സ്കൂളിൽ വെച്ച് തലറങ്ങി ബോധം കെട്ട് വീണില്ലായിരുന്നോ? അപ്പൊ നിന്നെ ആശുപത്രി കൊണ്ടുപോയത് ആരാ? ഈ തോളയിൽ ഈ വളയത്തെ കൊണ്ടുപോയിട്ട് ആരാ? എടാ ശശി, ഞാനാന്ന്. ഞാനൊരു ശശിയുടെ കാര്യം നിന്റെ അടുത്ത് പറയത്തില്ല. ആ ശശിയായത് എന്നോടൊപ്പം പറഞ്ഞു ഇല്ലേ? എടി, നിന്നോട് കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഒരു ശശിയുടെ കാര്യം ഞാൻ പറയത്തില്ലായിരുന്നു. നിങ്ങൾ നോണ പറയാ. എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അന്ന് സ്കൂളിൽ നിന്ന് പിരിഞ്ഞ പിന്നെ ഇപ്പഴേ ഒന്ന് കാണണേ. ഇവന്റെ മുഖം എന്ത് ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, എന്താ നിങ്ങളുടെ പേര്? ശാന്ത. കണ്ടാ പറയില്ല കേട്ടോ. പിള്ളേരൊക്കെ എത്രയാ പഠിക്കണേ? ഇത് മകൻ സുമേഷ് 9ാം ക്ലാസ്സില്. ഇത് ചിന്നു 6ാം ക്ലാസ്സില്. ഞാൻ എടാ, സത്യം പറയാലോ, മോനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നിന്റെ മോനാന്ന് പറയാ. മോന്റെ കേസൊക്കെ വിട്. നീ ഇപ്പൊ എവിടെ പോവാ? ഞാൻ ആ കടയിൽ നിന്ന് കുറച്ച് സാധനം മേടിക്കാൻ വന്നടാ. അട്ട് നീ എവിടേക്കാ? ഞാനേ ഇവിടെ അനിയത്തിയുടെ കല്യാണത്തിന് നേര്യമംഗലത്തിന് പോവാ. കല്യാണത്തിന് പോണോ? അളിയൻ വന്നേ. അളിയന് വാന്നേ. എത്ര നാളായി കണ്ടിട്ട്. എന്റെ വീട് തൊട്ടടുത്താ. ഇപ്പൊ തന്നെ തീർത്ത് വരാം. അതെ, ഞാൻ പെട്ടെന്ന് വരാ. എവിടെ പോവാ? മൊബൈലൊന്ന് ചാർജ്. ചേട്ടാ, പെട്ടെന്ന് പറഞ്ഞ കല്യാണത്തിന് പോകാനുള്ളതാ. മൊബൈലൊക്കെ അവിടെ ചെന്ന് ചാർജ് ചെയ്യാം. എടി, പെട്ടെന്ന് ചാർജ് ചെയ്തിട്ട് ഇപ്പൊ വരും. നീ എവിടെ നിൽക്കും? മോള് നിൽക്കേട്ടാ, അച്ഛൻ വരുന്നേ. എന്താടാ? ഗ്ലാസ് ഉണ്ട്, പൈന്റ് ഉണ്ട്, റമ്മുണ്ട്, എല്ലാ സാധനം ഉണ്ട്. നമുക്ക് അടി തുടങ്ങാം. അത് ഇനി വന്നേ. ഇതാർക്ക് 2 ഗ്ലാസ് വെച്ചിട്ട്? ഇത് 2 ഉണ്ട്. ഇതൊന്നും എനിക്ക്, ഒന്ന് നിനക്ക്. എന്റെ ശശി, നിന്നോട് ഞാൻ മര്യാദക്കല്ല പറഞ്ഞു. നിനക്ക് ഈ പറഞ്ഞാൽ മനസ്സിലാത്തില്ലേ? എന്ത്? എടാ, ഞാൻ അടി നിർത്തിയെന്ന്. അപ്പൊ നീ കഴിക്കണില്ല? ഞാൻ നിർത്തി. ഇവിടെ വന്നിട്ട് നീ കഴിക്കണില്ല? ഞാൻ കഴിക്കുന്നില്ല. എന്നാ പിന്നെ നീ ഞാൻ വിളിച്ചപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട്
ഞാൻ നിന്റെ കമ്പനി കൂടാൻ വന്നൊന്നുമല്ല. പിന്നെ? നീ ആ ജംഗ്ഷനിൽ ഞാൻ 5ാം ക്ലാസ് വെച്ച് നിക്കറ മൂത്രം ഒഴിച്ചെന്നും പറഞ്ഞ് നാട്ടുകാരെ മൊത്തം അറിയിക്കണല്ലോ എന്ന് വെച്ച് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. നീ പെട്ടെന്ന് കഴിക്കുന്നുണ്ട്, എനിക്ക് പോകണം. പെട്ടെന്ന് കഴിക്കാന്ന് വെച്ചാൽ ചുമ്മാ ഞാൻ പിന്നെ ഒരു വക. എടാ എന്നാലും ഞാനതല്ലടാ ആലോചിക്കണേ. എന്താ? നിന്റെ ആ മൂത്ത മോനുണ്ടല്ലോ, ഒരു രീതിയിലും മാച്ചാവനുള്ള നിനക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണല്ല. ഈ വടക്കം പോലെ ഇരിക്കുന്ന നിനക്ക് തക്കാളിപ്പഴം പോലെ ഇരിക്കുന്ന ചെറുക്കനുണ്ടാവുമെന്ന് പറഞ്ഞാ ഇൻഡിസ്പോസിബിൾ. എടാ ഒന്ന് കഴിക്കടാ നീ. എടാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേണ്ട. കഴിച്ചോ. കൂട്ടുകാരൻ ഞാൻ ഫാക്ടറിക്ക് വേണ്ടി അല്ല കമ്പനിക്ക് വേണ്ടി നിന്നെ സമ്മതിക്കണം കേട്ടോ. ബട്ടൺസ് പൊട്ടിപ്പോയനെ. എടാ നെഞ്ചത്ത് രോമം കയറിയടാ, അതിനകത്ത് വല്ല വെള്ളം ഒഴിക്കടാ. നിന്റെ ഭാര്യയും മക്കളൊന്നും ഇല്ല ഇവിടെ? ഭാര്യ അവളെ പറഞ്ഞു വിട്ടു ഞാൻ. അതെന്താ? വീട്ടിൽ പറഞ്ഞു വിട്ടു ഞാൻ. അതെന്താന്ന്? കാരണം എനിക്ക് ഇഷ്ടപ്പെടില്ല, ഞാൻ വീട്ടിൽ പറഞ്ഞു വിട്ടു ഞാൻ. അപ്പൊ നിനക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരുന്ന ആരാ? അതോ ഒരു കിടുക്കൻ വേലക്കാരെ അത് രാവിലെ ഇവിടെ വരും, ഭക്ഷണം പാചകം ചെയ്തു തരും, ഭാര്യയെ പോലെ പരിചരിക്കും, പോകും. മിടുക്കനാ നീ. അത് ശരി. അപ്പൊ ഇവരെന്നാ പോയത് വീട്ടിലേക്ക്? ഭാര്യ എന്നാ പോയത്? ഭാര്യ എന്നാ പോയെന്ന് പറഞ്ഞാൽ ഇവള് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി അന്ന് അവള് പോയി. അപ്പൊ ഇത് സ്ഥിരമാക്കാനുള്ള പരിപാടിയാ അല്ലേ? അതെ, ഇങ്ങോട്ട് നോക്കി. നമ്മുടെ ഭാര്യമാരെന്ന് പറഞ്ഞാലേ നിനക്കറിയാം, ഞാൻ എന്റെ ഭാര്യയുടെ തല തൊട്ട് സത്യം ചെയ്തിട്ടാ ഞാൻ ഈ മദ്യപാനം നിർത്തിയത്. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ ജീവനാ. നിന്റെ ഭാര്യ നിനക്ക് ജീവനാണെങ്കിൽ എന്റെ ഭാര്യ എനിക്ക് ഏഷ്യാനെറ്റാ. പിന്നെന്താ നിനക്ക് അവളോട് ഇത്ര ദേഷ്യാനെറ്റ്? എനിക്ക് ദേഷ്യണ്ടാ, എനിക്ക് എടാ എന്നാലും ഞാൻ അതല്ലടാ ആലോചിക്കണേ. നിന്റെ ചെറുക്കനാണല്ലോ ആ വെളുത്ത ചെറുക്കൻ, എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവനെ തുരങ്കം പോലെയുള്ള മൂക്കും. അവന് ചെറുക്കന്റെ കാര്യം അവനെ ഞാൻ എടാ സത്യം പറയല, നീ കൂടി നിർത്തണം. കൂടി നിർത്തിയാലും ശരിയാത്തുള്ളൂ. നിനക്കറിയാം ഞാൻ എന്റെ പെണ്ണും പിള്ള നമിക്കുന്ന കാര്യം എന്താണ്? നീ എന്നാ നമിക്കണേ? അവള് പറഞ്ഞോണ്ടാ ഞാൻ കൂടി നിർത്തിയത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാം? എന്ത് പറ്റി? കണ്ടതാണല്ലോ. ഞാൻ കണ്ടു. ഞാനും എന്റെ ഭാര്യയും മക്കളും കൂടി കല്യാണത്തിന് പോകാൻ റോഡ് വരെ വന്നു. നേരത്തെ നടക്കത്തില്ലായിരുന്നു ഇതൊന്നും. നീ എന്നെ പണ്ട് റോഡ് വരെ നീന്തിയാണ് വന്നോണ്ടിരുന്നത്. എനിക്കറിയാൻ മേല. നിനക്കറിയില്ല. ഇല്ല. എന്നാലും കവിസങ്കല്പം അവിടെയല്ലേ കിടക്കുന്നേ? കവിസങ്കല്പം അവിടെയല്ലേ കിടക്കുന്നേ? പിന്നെ എവിടെ? ബുധൻ കേരളത്തിൽ മുട്ടു നിൽക്കുന്നത് കണ്ടോ? നിന്റെ ആ മൂത്ത മോനുണ്ടല്ലോ, എനിക്കൊരു രീതിയിലും എവിടെയാ പിഴവ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് തത്തമ്മ ചീട്ടെടുക്കും പോലെ പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ ചെറുക്കന്റെ കളർ ഇങ്ങനെ വന്നു. ഞാൻ അതാണ് ആലോചിക്കുന്നത്, ചെറുക്കന്റെ കളർ എങ്ങനെ വന്നു? ഓ ഇവൻ എന്നെ മദ്യത്തിൽ നോക്കി കൊഞ്ഞനം കുത്തു വന്നു. ഓ അവന്റെ തൊണ്ടക്കുഴിയിലെ മുഴ ഓട്ടർഷ ഓടുന്നല്ലേ ഓടുന്നേ? എനിക്കറിയാൻ മേല ആ ചെറുക്കൻ എങ്ങനെ കിട്ടി നീ കളർ. വഴി ഇറങ്ങി നടക്കാൻ മേല. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ? നിന്റെ നാള് വിശാഖമല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? ഞാൻ ഉരുളി കമത്തിയതാ. അത് ഉരുളി കമഴ്ത്തി. ആ ഉരുളി കമത്തി ഉണ്ടായ കൊച്ച. നീ ആ സമയത്ത് ഒരു കൂട്ടുണ്ടായിരുന്നു. ഈ ഉരുളി കമത്തി എന്റെ തെറ്റ്. ഒരു കൊച്ച എന്റെ സമക്ഷത്ത് വന്ന് സോഡ ഒഴിച്ചാൽ കുന്നുകളയുമെന്ന് പറയുന്നത് എനിക്കറിയാം. ഇന്ന് തീർത്തിട്ടേ പോകുന്നുള്ളൂ. കല്യാണത്തിന് ഞാൻ തീരുമാനിക്കാൻ പോണോ പോണ്ടേന്ന്. എടാ എന്നാലും ഞാനതല്ലടാ ആലോചിക്കണേ. എന്താണ് ഈ കാടപുറായി പോലെ ഇരിക്കുന്ന നിനക്ക് എങ്ങനെ ഈ ബുൾസായി പോലെ ഇരിക്കണ കൊച്ചുണ്ടായി? ഒന്നും ഈ ചെറുക്കം കാരണം എനിക്ക് ജീവിക്കാൻ മേല. ഞാന് നിനക്ക് വിഷമമാണെങ്കിൽ ആ ചർച്ചയാണെങ്കിൽ വിട്ടു. എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവും. എനിക്കറിയാൻ മേല. ആ ചെറുക്കൻ എനിക്ക് കളർ വാട്ട് വന്ന് ഞാൻ കൊടുത്ത കളറല്ല. എനിക്ക് ഒന്നും അറിയത്തില്ല സത്യമായിട്ടും. അങ്ങനെ നീ അറിയാൻ പാടാന്ന് പറഞ്ഞ തടി തെപ്പിയുണ്ടല്ലോ. കേരളത്തിലെ ആണുങ്ങൾക്ക് സമൂഹത്തിൽ മൊത്തം അപമാനമായിട്ട് ഈ മുളക് ഞാൻ കർത്താവെ ചതിച്ചല്ലോ, വാശിക്ക് ചെയ്തത് ശിരത്തിൽ കയറിയല്ലോ. എല്ലാ കാര്യമുള്ള കാര്യമാണോ? മുളക് നിന്റെ അമ്മാവന്റെ മോനൊന്നല്ലോ ഇങ്ങനെ കടിച്ചു മുറിക്കാൻ.
എടാ എന്നാലും നിന്റെ മോന്റെ കാര്യമാണെങ്കിൽ നീ സ്കൂളിൽ നിന്ന് മൂത്രവിച്ചാലും പറയാൻ അതിന് സംഭവിക്കൂല. അതിങ്ങനെ ചേരപ്പാമ്പ് വരുന്ന പോലെ വന്നപ്പോ ഹെഡ്മിസ്ട്രസ് ഇറങ്ങി ഓടി നിനക്ക് അറിയാവോ ഇതെങ്ങനെ പിടിച്ചേ? നീ പേടിച്ചു പോയില്ലേ? ഞാൻ പേടിച്ചൊന്നുമില്ല. അങ്ങനെയാണ് നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചേക്ക്. വളയുണ്ടല്ലോ മറ്റവനെ എന്റെ വാശി ഒറ്റയടി അടിച്ചത് പൊട്ടിക്കാൻ താല്പര്യമില്ലാണ്ടല്ല. അസ്ഥി പൊട്ടി ഞാൻ തന്നെ ആശുപത്രിയിൽ പോകണല്ലോ, അതോർത്തോണ്ടാ. ഞാൻ പോകട്ടെ. നീ പോകരുത്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്നിവിടെ കൂടുന്നു. നീ കുടിക്ക്, കുടി. എനിക്ക് ഇവിടെ ഇന്ന് ഒരുത്തനും ഇന്നും പോകുന്നില്ല. എടാ എനിക്ക് വേണ്ട. വേണ്ടെന്നോ? മൂക്കുപാടിയടാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അടിയാൻ എടാ സത്യമായിട്ടും ഇവനെ കൊണ്ട് ഞാൻ തോറ്റ്. അടിയടാ. ഞാൻ എടാ, എനിക്ക് വേണ്ടാത്തതുകൊണ്ടാ. ഞാൻ നിന്റെ മുമ്പിൽ പെണ്ണായിട്ട് വരും. അടിയടാ. സത്യമായിട്ട് എനിക്ക് വേണ്ടാത്തതുകൊണ്ടാ. അടിയടാ. അടിക്കാം. വാശിക്കടിക്ക്. വേണ്ട എനിക്ക്. അല്ലല്ലേ. എനിക്ക് വേണ്ട. മതി. നിനക്ക് മതിയെങ്കിൽ മതി. നിർത്തിക്കോട്ടെ. നിർത്തിക്കോ. എന്നെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. വന്നോണ്ട് നിനക്കൊരു ഭാവി ഉണ്ടായില്ലേ? എടാ അതെ. എടാ എന്നാലും ഞാനല്ല ആലോചിക്കണത്. നിന്നെ അങ്ങനെ തറവാടികൾ സംസാരിക്കുക. എടാ നിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളെ പോലെ. അതാണ് ഞാൻ നിന്റെ മക്കളെ കുറിച്ച് എപ്പോഴും സംസാരിക്കണത്. എന്റെ മോന്റെ കാര്യത്തിൽ ഫീലിങ്സ് ഉണ്ടാകേണ്ട ആള് ഞാനാ. നിനക്ക് ഫീലിങ്സ് ഉണ്ടാകേണ്ട കാര്യം നീ ഉണ്ടല്ലോ. ഞാൻ കളിക്കൊന്നും വേണ്ട, ഞാൻ കളിച്ചോളാം. ഞാൻ പിന്നെ എന്റെ കൂട്ടുകാരന്റെ മോൻ വെളുത്താൽ അത് ചോദിക്കേണ്ട കടമ ഒരു അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചോദിക്കും. നീ കുറെ നേരമായിട്ട് എന്റെ മോൻ വെളുത്ത് തെറ്റായി പോയി എന്ന് സംസാരിക്കുന്നു. അത് തെറ്റ് തന്നെയാണ്. തെറ്റ്. എന്റെ മോൻ വെളുക്കാൻ മേലെ ഇവിടെ എത്ര പേര് വെളുക്കുന്നു. എന്റെ മോൻ വെളുക്കുമ്പോ എന്താണ് ബുദ്ധിമുട്ട്? എന്താണ് ഇവിടെ വഴിയിൽ ഇറങ്ങി മനുഷ്യന് നടക്കാൻ മേലെ എന്നോട് കമ്പനി കൂടാൻ പറ്റില്ല കേട്ടാ. റാസ് കൂടെ എന്റെ മോൻ വെളുത്തു. ഇപ്പൊ കാണിച്ചത് ആണിപ്പം. അയാളാ പറയുന്ന ചൂടടിക്കുന്നത്. എന്റെ ചെവിന്നായിരുന്നു. ആരാ നോക്കാം? എവിടെ പോയി കിടക്കാ? നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു? നീ ഇവിടെ വന്ന് കിടന്നിട്ട് ഞാൻ എവിടെ പോയി കിടക്കായിരുന്നല്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ പറയുന്നത് ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഭാര്യമാരായാലേ സ്വല്പം മര്യാദ. നിങ്ങൾക്ക് വലിയ മര്യാദ. എനിക്ക് മര്യാദ ഉള്ളതുകൊണ്ടാടി എന്റെ സ്വന്തം പെണ്ണുമ്പിളായ നിന്റെ അടുത്ത് ഞാൻ ചാർജ് ചെയ്യാൻ പോയപ്പോ ഞാൻ പറഞ്ഞിട്ട് പോയത്. നീ എന്താ കാണിച്ച? ഞാൻ എന്താ കാണിച്ചു? നീ എന്താ കാണിച്ചെന്നോ? ഞാൻ അങ്ങോട്ട് പോയതൊക്കെ നോക്കി നീ നിന്റെ മക്കളെ കൂട്ടി നിന്റെ അനിയത്തിയുടെ കല്യാണത്തിൽ പോയി വലിയ സല്ലാവും സന്തോഷിക്കാൻ വേണ്ടി. അത് ശരി. അപ്പൊ നിങ്ങൾ കല്യാണത്തിന് പോയില്ലായിരുന്നല്ലേ? പറയിപ്പിക്കരുത്. രാവിലെ 8 എന്നെ മക്കളെ ഒരിക്കൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ചാർജ് ചെയ്യാനെന്ന് പറഞ്ഞ് പോയിട്ട് രാത്രി 10 കുറച്ച് കൂട്ടടിക്കാൻ വന്നിരിക്കാം. മനുഷ്യൻ എനിക്ക് നാണമില്ലാത്തോണ്ടാണ് ഞാൻ നിന്നെ കിട്ടിയത്. മനസ്സിലായോ? നാണം ഇല്ലാതിരിക്കെ ഞാൻ എന്താ ചെയ്തത്? എന്താ ചെയ്തു? നീ ചെയ്ത കാര്യമൊന്നും എന്നോട് സംസാരിക്കണ്ട. അതൊന്നും നീ പറയണ്ട. അത് നീ സംസാരിക്കാൻ നിൽക്കണ്ട. നമ്മളൊന്നുള്ള സംസാരം വേണ്ട. നീ ഉണ്ടല്ലോ വെള്ളക്കാരാ. വെള്ളക്കാരനോ? അതെടി ഈ വെള്ളക്കാരൻ കയറി ഇന്ത്യക്കാരന് സ്വാതന്ത്ര്യം കിട്ടിട്ട് സ്വന്തം നാട്ടിൽ ഇറങ്ങി നടക്കാൻ പോലും അറിയാമോ? നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? എന്ത് പറയുന്നു? നീ ഒരു കാര്യം മനസ്സിലാക്കാം. എന്ത്? നമ്മൾ ഈ ഫാമിലി ആയിട്ടിപ്പോ നമ്മൾ രാവിലെ കല്യാണത്തിന് പോയി. എത്ര പേര് എന്റെ അടുത്ത് ചോദിച്ചു. സുമാരൻ ചോദിച്ചു, ശശി ചോദിച്ചു, രാജു ചോദിച്ചു, സുഖു ചോദിച്ചു. ഞാനും ഈ ചെറുക്കനും തമ്മിൽ കളർ അത്ര കോമ്പിനേഷൻ അല്ല. നാട്ടുകാർക്ക് കൊണ്ട് ഡൗട്ട്, അതുപോലെ എനിക്ക് കൊണ്ട് ഡൗട്ട്. ഒരു കാര്യം മനസ്സിലാക്കണം. സത്യം എത്ര മറച്ചു വെച്ചാലും സൂര്യൻ അതിന്റെ മറകൾ നീക്കി പുറത്തു വരും. ഓക്കെ? നീ ഇനി പറയണം
ഈ പയ്യൻ ഏത് സൂര്യന്റെ മോനാ? സൂര്യന്റെ മോനോ? അമ്മേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ശ്ശോ, ഈ ശശി എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഇവൻ എങ്ങനെ അവോയ്ഡ് ചെയ്യും? വലിയ തൊല്ല. ഇത് എവിടെ കൂടി വന്നു? ഇത് എതിരെ വന്ന വശം കുടുംബജീവിതം തറക്കാൻ വേണ്ടി ഓരോരുത്തന്മാര് പണിയുണ്ട്. ശശി, നിങ്ങൾ വിളിച്ച സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണേ. നാളെ രാവിലെ അങ്ങോട്ട് വിളിക്കാം കേട്ടാ, ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടാ. ഓക്കെ, വേറെ വല്ല പണിയും നോക്കൂ പോ.